എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ പോകുന്നത് ഒരു വണ്ടിയുടെ കമ്പാരിസൺ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കമ്പയർ ചെയ്യാൻ പോകുന്നത് സിഗ്നൽ 350 ആണ്. അടുത്ത വണ്ടി ക്ലാസിക് 350S എന്ന മോഡലാണ്. നമുക്ക് ഈ വണ്ടിയുടെ അതായത് സിഗ്നൽ 350യുടെ കുറച്ച് പ്രത്യേകത എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ വണ്ടി സിഗ്നൽ എന്ന് പറഞ്ഞൊരു സീരീസിന് ഇറക്കിയത് നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് അവർ ഈ വണ്ടി ഇറക്കിയത്. കൂട്ടുകാരെ, ഈ വണ്ടി 2 കളർ വേരിയൻ്റ് വരുന്നുണ്ട്. ഒന്ന് വരുന്നത് ഈ കളറാണ്, ഒരു ഗ്രീൻ കളർ വരുന്നുണ്ട്. അടുത്തോട്ട് വരുന്നത് ബ്ലൂ ആണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ കളറാണ്. ഈ കളർ പട്ടാളത്തിൻ്റെ ആ ഒരു കളറുമായിട്ടൊക്കെ കുറച്ചൊക്കെ സാമ്യമുള്ളൊരു കളറാണ്. അപ്പോൾ കൂട്ടുകാരെ, ഈ നമ്പേഴ്സ് നമ്മുടെ പട്ടാളത്തിൽ അവരുടെ ബോക്സിലൊക്കെ കാണില്ലേ, അപ്പോൾ അതിനെ ഒരു പ്രദാനം ചെയ്യുന്നതാണ് ഈ നമ്പർ. പിന്നെ വരുന്നത് ഇത് അവർക്ക് കിട്ടുന്ന ഒരു ലോഗോ, അങ്ങനെ ഒരു മെഡൽ, ആ ഒരു ഇതിനെ കാണിക്കുന്നതാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഇന്ത്യൻ പതാകയുടെ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാരെ, ഈ പ്രത്യേകത ഈ സിഗ്നൽ എന്ന് പറഞ്ഞ വണ്ടിക്ക് മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ കുറേ ബുള്ളറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഈ ഒരു പെയിൻറ്റ് സ്കീമും ഈ ഒരു പെർഫെക്ഷനും ഒന്നും അവർ കൊടുത്തിട്ടില്ല. ഇത് ഈ സിഗ്നലിന് മാത്രമായിട്ട് ഇത് രണ്ട് കളറിൽ ഇറങ്ങുന്നുള്ളൂ, ബ്ലൂവും പിന്നെ ഈ കളർ. കൂട്ടുകാരെ, അപ്പോൾ ഈ വണ്ടിക്ക് വരുന്ന പ്രത്യേകത നമുക്ക് നോക്കാം. ഈ വണ്ടി വരുന്നത് ഡ്യുവൽ ചാനൽ ABS കൂടിയാണ് ഈ വണ്ടി വരുന്നത്. അതായത് സിഗ്നലിൻ്റെ ഈ 2 മോഡലുകളും ഡ്യുവൽ ചാനൽ ABS ആണ്. അടുത്തതായിട്ട് നമ്മുടെ 350S എന്ന് പറഞ്ഞ മോഡല് സിംഗിൾ ചാനൽ ABS ആണ്. അതായത് ഫ്രണ്ടിൽ മാത്രമേ ഡിസ്ക് വരുന്നുള്ളൂ, ഫ്രണ്ടിൽ മാത്രമേ അതിന് ABS വരുന്നുള്ളൂ, ബാക്കിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത്. ABSൻ്റെ ഒരു ഇതോടെ വെച്ചിട്ടുണ്ടെങ്കിലും അത് വർക്കിംഗ് അല്ല. സിംഗിൾ ചാനൽ ABS ആണ് 350S എന്ന് പറഞ്ഞ മോഡൽ. ഞാനിപ്പോൾ ഇതിൻ്റെ എൻജിൻ സ്പെക്കും കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം അത് എല്ലാവർക്കും ഗൂഗിൾ ചെയ്താൽ കിട്ടാൻ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ചെയ്താൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഞാൻ ഇതിൻ്റെ പ്രത്യേകതകൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സിഗ്നൽ 350ക്കും 350S വരുന്നത് എൻജിനെ വരുന്നത് മാറ്റ് ഫിനിഷ് കളറാണ്, അത് ബ്ലാക്ക് കളറാണ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് സൈലൻസറാണ്. സൈലൻസറിലും നമുക്ക് ഈ സിഗ്നൽ എന്ന മോഡലിൽ വരുന്നത് മാറ്റ് ഫിനിഷ് തന്നെയാണ്. നമുക്ക് 350S വരുന്നത് സിൽവർ കോട്ടിങ്ങോട് കൂടിയ സൈലൻസറാണ്. ഫ്രണ്ട്സ്, നമുക്ക് ഈ 2 വണ്ടിക്ക്, അതായത് സിഗ്നലിനും 350S വരുന്ന പെയിൻറ് സ്കീമിന് വ്യത്യാസമുണ്ട്. ഇത് മാറ്റ് ഫിനിഷ് ഉള്ള പെയിൻറ് സ്കീമാണ് വരുന്നത്. 350S വരുന്നത് പ്യുവർ ബ്ലാക്ക് ആണ്. തിളക്കമുള്ളൊരു കളറായിട്ടാണ് 350S വരുന്നത്. അതിന് എല്ലാ കളർ വേരിയൻറ്റിലും നല്ല തിളക്കം കാണുക. കൂടാതെ അപ്പോൾ ഈ 2 വണ്ടികൾക്ക് ഹാൻഡിൽ പൊസിഷനും കാര്യങ്ങളും സീറ്റും എല്ലാം ഒരേപോലെയൊക്കെ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഹാൻഡിൽ പൊസിഷൻ ഒന്ന് കാണിക്കാം. നമ്മൾ വണ്ടിയിൽ കയറിയിരുന്ന് നമ്മുടെ നടുവൊക്കെ നേരെ നിവർന്നിരിക്കുന്ന പൊസിഷനാണ് വരുന്നത്. നമ്മൾ എത്ര വണ്ടി ഓടിച്ചാലും നമുക്ക് കൈക്കും കാലിനൊന്നും വേദന വരുത്തില്ല. നല്ലൊരു പൊസിഷനാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്വിച്ചൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ എല്ലാ ബുള്ളറ്റിനും വരുന്ന പോലെ, എല്ലാ വണ്ടികൾക്കും വരുന്ന പോലെ എൻജിനിൽ സ്വിച്ച് ഉണ്ട്, സ്റ്റാർട്ടിന് വേണ്ടി ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഫോണിന് വേണ്ടി ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ ഇടാൻ വേണ്ടിയിട്ട് സ്വിച്ച് ഉണ്ട്, പിന്നെ ഡിമ്മിനും ബ്രൈറ്റിനും ഉണ്ട്, പിന്നെ ഫ്രണ്ടിൽ പാസ് ലൈറ്റും ഉണ്ട്. ഈ 2 വണ്ടികളുടെയും ടാങ്കിൻ്റെ ഡിസൈൻ സെയിം ആണെങ്കിലും വന്നിരിക്കുന്ന പാറ്റേൺ വ്യത്യാസമുണ്ട്. ക്ലാസിക് 350S വരുന്നത് ഒരു സ്റ്റിക്കറാണ്, റോയൽ എൻഫീൽഡ് എന്ന് എഴുതിയിരിക്കുന്ന സ്റ്റിക്കർ മാത്രമാണ് വന്നിരിക്കുന്നത്. എന്നാൽ സിഗ്നലിൽ വന്നിരിക്കുന്നത് ആ എഴുത്തുകളും അതിൽ ഒരു ലോഗോ, ആറിന്ന് എഴുതിയൊരു ലോഗോ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഇന്ത്യയുടെ ഒരു ഫ്ലാഗിൻ്റെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്.
കൂട്ടുകാരെ നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിച്ചിരിക്കണം. അത്യാവശ്യമായിട്ട് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ റൂളാണ്, ഹെൽമെറ്റ് ധരിക്കാതെ നമുക്ക് വണ്ടി ഓടിക്കാൻ പാടില്ല. കൂട്ടുകാർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കുറേ പേർക്ക് ഉപകാരപ്പെടും എന്ന് തീർച്ചയായിട്ടും എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ബൈ ഗൈസ്.